വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയുള്ള ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ ആദർശ പ്രസ്ഥാനം അതിന്റെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമെന്നോണം നിശ്ചിത കാലം നിർണയിച്ച് ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കാറുണ്ട്. ഒരു നിശ്ചിത തലക്കെട്ടിൽ പ്രബോധനത്തിന്റെ വിഷയം നിർണയിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന പരിപാടിയാണ് ക്യാമ്പയിൻ. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കുക, അവരുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവരിക, ഇതാണ് ഒരു ക്യാമ്പയിനിന്റെ ഉദ്ദേശം. 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ക്യാമ്പയിനിന്റെ തലക്കെട്ട് കുടുംബത്തിന്റെ മഹത്വവും കുടുംബ ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഏതൊരു സമയത്തും ഒരു പ്രത്യേക വിഷയത്തിലെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ ആ വിഷയത്തിന് ആ കാലഘട്ടവുമായി വലിയ ഒരു ബന്ധമുണ്ടാവും. തീവ്രവാദത്തിന്റെ അലയൊലികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീവ്രവാദത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. മതപരമായ സ്പർദ്ധകൾ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യന്റെ ഐക്യത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ലഹരിയുടെ വല്ലാത്ത പിടിമുറുക്കത്തിന്റെ സമയത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. സ്ത്രീധനമടക്കമുള്ള ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഭാരമായിരുന്ന കാലത്ത് അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ക്യാമ്പയിനുകളുടെ സവിശേഷത, ആ ക്യാമ്പയിനുകളുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതെപ്പോഴും എത്തിച്ചേരുന്നത് തൗഹീദിലായിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹിലായിരിക്കും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണാം, എങ്ങനെ പരിഹരിക്കാം, അതാണ് ഓരോ ക്യാമ്പയിനിലൂടെയും ഈ പ്രസ്ഥാനം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോ ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസക്കാലത്തേക്ക് നമ്മൾ പ്രഖ്യാപിച്ച ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ സംഗമത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി പലതരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ നടത്തുന്നതാണ് മുജാഹിദ് കുടുംബ സംഗമങ്ങൾ. സാധാരണ നമ്മളൊരു പ്രഭാഷണം നടത്തുമ്പോൾ അങ്ങാടിയിൽ മൈക്ക് കെട്ടിയിട്ടോ പൊതുസ്ഥലത്തോ എല്ലാവരെയും ക്ഷണിച്ചിട്ടോ ആണ് ഈ പരിപാടികൾ നടത്താറ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഇരുട്ടത്തോ അടച്ചിട്ട വാതിലിന്റെ ഉള്ളിലോ മറക്കുള്ളിലോ ഒന്നും ജനങ്ങളോട് സംസാരിക്കാനില്ല. അതിന് സംസാരിക്കാനുള്ളത് പൊതുവായ കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ആളുകളോട് പൊതുവായി സംസാരിക്കുന്നതിന്റെ കൂടെ തന്നെ
മുജാഹിദ് കുടുംബങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചില കാര്യങ്ങൾ പറയണം എന്നാണ് പ്രസ്ഥാനം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് കുടുംബ സംഗമങ്ങൾ എന്ന പേരിൽ ഇത്തരം ഫാമിലി മീറ്റുകൾ എല്ലായിടത്തും നടക്കും. ഞാനിപ്പോ അത് 4ാമത്തെ ഫാമിലി മീറ്റിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. എല്ലാ പ്രദേശത്തും ചെറുതും വലുതുമായ എല്ലാ മഹല്ലുകളിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സംഗമങ്ങൾ മുതൽ ചെറിയ രൂപത്തിലുള്ള സംഗമങ്ങൾ വരെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാനുള്ള കാരണം കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ എപ്പോഴും മാറ്റത്തിന് തുടക്കമിട്ടത് മുജാഹിദുകളാണ്. സംഗതി എല്ലാവരും മുജാഹിദുകളെ എതിർക്കാനും അവരെ തിരസ്കരിക്കാനും അവരെ കുറ്റപ്പെടുത്താനും അവരെ ദീനിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ എല്ലാവരും ശ്രമിക്കുമ്പോഴും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ജീവിത രീതിയുമൊക്കെ പതുക്കെ പതുക്കെ എല്ലാ കാലത്തും മുസ്ലിം സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസവും വസ്ത്രധാരണവും ചികിത്സയും അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിൽ എന്താണോ നമ്മൾ പറഞ്ഞത് അതാണ് പിന്നീട് ഈ സമൂഹം സ്വീകരിച്ചത്. നമ്മളായിരുന്നു മാറ്റത്തിന്റെ മാതൃകയും മാറ്റത്തിന്റെ ചാലകങ്ങളും. പക്ഷേ കുറച്ചു കാലമായി ആദർശപരമായ ആ സവിശേഷത നമ്മുടെ ചില കുടുംബങ്ങളിൽ കാണാനില്ല. പ്രത്യേകിച്ച് മുടി നരച്ച തലമുറക്കുള്ള ആദർശ പ്രബുദ്ധതയൊന്നും നമ്മുടെ യുവാക്കളിലോ നമ്മുടെ കൗമാരങ്ങളിലോ ബാല്യങ്ങളിലോ കാണുന്നില്ല. അതിന്റെ കാരണം അവർ കുഴപ്പക്കാരായതുകൊണ്ടല്ല, അവർക്ക് ആ ആശയം കൈമാറാൻ നമുക്ക് പറ്റാതിരിക്കുകയോ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ 30-35 കൊല്ലത്തോളം അദ്ദേഹത്തിന് അധ്യാപന സർവീസ് ഉണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ആദ്യകാലത്തൊക്കെ സ്കൂളുകളിൽ മുസ്ലിം കുട്ടികൾ മാത്രമുള്ള പ്രദേശങ്ങളിൽ കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടാവും, സുന്നി മുജാഹിദ് തർക്കം. അങ്ങനെ തർക്കമുണ്ടാകുമ്പോ എപ്പോഴും ഈ മുജാഹിദിന്റെ കുട്ടികളെ മേലെ നിൽക്കുക, റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവര് ചോദ്യങ്ങൾ ചോദിക്കും. അതിനുത്തരം പറയാൻ മറുഭാഗത്തുള്ളവർക്ക് കഴിയില്ല. കാരണം അവരങ്ങനെ ഒരു ഒഴുക്കിന്റെ കൂടെ പോണവരാണല്ലോ, അവർക്ക് പ്രത്യേകിച്ച് ഒരു ആദർശമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവര് മിണ്ടാതിരിക്കും. ഏത് തർക്കങ്ങളിലും ഈ മുജാഹിദിന്റെ കുട്ടികൾ ജയിക്കും അത്രേ. അദ്ദേഹം പറയുന്നത് ഇപ്പൊ നേരെ മറിച്ചാണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആദർശപരമായിട്ട് ഒരു വിവരവും നമ്മുടെ കുട്ടികളുടെ കൈവശമില്ല. അവർ നിസ്സഹായരാവുകയോ നിഷ്ക്രിയരാവുകയോ നിസ്സംഗരാവുകയോ നിശബ്ദരാവുകയോ ചെയ്യും. മറുഭാഗത്തെ കുട്ടികൾക്ക് നല്ല ആദർശപരമായ ക്ലാസുകളും നിർദ്ദേശങ്ങളും പാഠങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ വിഷയത്തിൽ ശൂന്യമാവുകയാണ്, വട്ടപൂജ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ കുടുംബങ്ങളെ ആദർശപരമായിട്ട് സമുദ്ധരിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഈ വിവാഹത്തിന്റെ നിക്കാഹിനൊക്കെ വിളിക്കുമ്പോ ഞാനിപ്പോ എന്നെ വിളിക്കുന്നവരോടൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയായിരിക്കും ഈ നിക്കാഹ്? ഒരു തട്ടുപൊളിപ്പൻ അടിപൊളി ആഘോഷാവോ, അതല്ല അതൊരു മതപരമായ ചടങ്ങായിരിക്കുമോ, എന്താ ഇക്കാര്യത്തിന്റെ സ്വഭാവം? അവ ചില ആൾക്കാർ പറയും, ഉസ്താദേ വേണ്ടാത്തരങ്ങളൊന്നും ഉണ്ടാവൂല, 2 കുടുംബം മുജാഹിദ് കുടുംബാണ്. അപ്പൊ ഞാൻ അവരോട് പറയും, അതാണ് സത്യത്തിൽ ഇപ്പൊ എന്റെ പേടി. അതായത് മുജാഹിദ് കുടുംബങ്ങളാകുമ്പോ ഇത്തരം കാര്യങ്ങളൊന്നും അവരുടെ കല്യാണങ്ങളിൽ ഉണ്ടാവൂല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലത്തല്ല ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ആദർശപരമായി സംസ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കുടുംബ സംഗമങ്ങൾ. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയവരാ. ഒരൗലിയക്കോ ഏതെങ്കിലും ഒരു വലിയ ആളുകൾക്കോ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താനാവുകയില്ല എന്നും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താനാവൂ എന്ന് പഠിച്ചവരും മനസ്സിലാക്കിയവരും അത് വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. ബാക്കിയുള്ളവർ അങ്ങനെയല്ല.
ബാക്കിയുള്ളവർ പലരും പറയുന്നത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് വച്ചിട്ടില്ലെങ്കിലും റബീഉൽ അവ്വലിന്റെ അന്ന് തോരണം കെട്ടിയാലും അതിന്റെ കൊടി കെട്ടിയാലും പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് ഓര് സ്വർഗത്ത് പോകും, ഓർക്ക് നിസ്കരിക്കും നോമ്പ് വെൽക്കൊന്നും വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോ നമ്മളെന്താ പഠിച്ചത്? അവനവൻ ചെയ്തെങ്കിൽ തന്നെ അവനവൻ രക്ഷപ്പെടുള്ളൂ. അത് നന്മയാണെങ്കിൽ അതിന്റെ ഫലം കാണും, അത് തിന്മയാണെങ്കിൽ അതിന്റെ ഫലം കാണും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയോട് പറഞ്ഞത്, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മോളെ നിനക്കെന്തെങ്കിലും ഭൗതികമായ സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, പൈസ എന്തേലും വേണമെങ്കിൽ ഞാൻ എന്റെ കഴിപോലെ ഉണ്ടാക്കി തരാം. പക്ഷെ പരലോകത്ത് നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവൂല, നിന്റെ കാര്യം നീ തന്നെ നോക്കണം. അത് വിശ്വസിക്കുന്നവർ നമ്മൾ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് മാറാൻ എളുപ്പമാണ്. നമ്മുടെ അടുത്ത് ആദർശമുണ്ട്, നമ്മുടെ അടുത്ത് വിശ്വാസമുണ്ട്, നമ്മുടെ അടുത്ത് തൗഹീദ് ഉണ്ട്, നമ്മുടെ അടുത്ത് സുന്നത്തുണ്ട്, വേണ്ടതൊക്കെ നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് നമുക്ക് മാറാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ആ മാറ്റങ്ങളുടെ മാധുര്യം മറ്റുള്ളവർ കണ്ട് അത് അവരിലേക്ക് അതിന്റെ മനോഹാരിത പ്രവഹിക്കട്ടെ, അത് അവരിൽ മാറ്റങ്ങളായിട്ട് മാറട്ടെ. പണ്ട് കാലത്ത് ഓർമ്മല്ലേ, സ്ത്രീധനം അരങ്ങു വാഴുന്ന കാലത്ത്, സ്ത്രീധനത്തിനെതിരെ നമ്മൾ ശക്തമായി പൊരുതിയ കാലത്ത്, ഏതെങ്കിലും ഒരു കല്യാണത്തിന് വരൻ പറയാ എനിക്ക് സ്ത്രീധനൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും, ഓ മുജാഹിദാണെന്ന് തോന്നല്ലേ, സ്ത്രീധനം വേണ്ടെന്നാ പറയുന്നത്. നമ്മുടെ നന്മയുടെ അടയാളമായിരുന്നു അതൊക്കെ. ആ ഒരു നല്ല കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ആദർശപരമായ നല്ല പാഠങ്ങൾ നമ്മൾ ഒന്നുകൂടി ശക്തമായി പഠിക്കണം. ഇവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടാവണമല്ലോ. ഈ കാലത്ത് എന്തിനാണ് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ? കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കുടുംബം എന്ന സംവിധാനം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇങ്ങനെ കടന്നു പോകും. പക്ഷേ നമുക്ക് ശേഷമുള്ള നമ്മുടെ മക്കളുണ്ടല്ലോ, അവർക്ക് കുടുംബം ഉണ്ടാവുമോ? കുടുംബത്തിന്റെ ആശ്വാസം അവർക്ക് കിട്ടുമോ? കുടുംബത്തിന്റെ ഐക്യം അവർക്ക് കിട്ടുമോ? കുടുംബത്തിന്റെ ഭദ്രത അവർക്ക് ഉണ്ടാവോ? അതല്ല അവരൊക്കെ ഒറ്റപ്പെട്ട് ചിന്നിച്ചെതറി പോകുമോ എന്ന് പറയാൻ പറ്റാത്ത വിധം സാമൂഹികാവസ്ഥ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മളുള്ളത്. കല്യാണം തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകള്, ഇപ്പൊ കല്യാണം വേണ്ട കുറച്ചാണ് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്ന ആളുകള്, കല്യാണത്തിന്റെ ആവശ്യമല്ല, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുക, അത് മടുക്കുമ്പോ അത് ഇട്ടെറിഞ്ഞു പോരുക, അതിനപ്പുറത്തേക്ക് കാലാകാലത്തേക്കുള്ള കെട്ടുപാടുകളൊന്നും വേണ്ട, അത് സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നുണ്ട്. ആ തലമുറയുടെ ഭാവി എന്തായിരിക്കുമെന്ന കാര്യത്തില് സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും വലിയ അസ്വസ്ഥതയുണ്ട്. അവിടെ മതത്തിന്റെ പ്രശ്നമൊന്നുമില്ല, എല്ലാ മതക്കാരും ഈ വിഷയത്തില് ഒരേപോലെ അസ്വസ്ഥരാണ്. കുടുംബ ബന്ധങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. കുടുംബത്തിൽ ജീവിക്കുന്ന കുട്ടികളെ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അവരെ ഒറ്റപ്പെടുത്തി, അവരെ ചൂഷണം ചെയ്ത്, അവരെ ലൈംഗികമായി ഉപയോഗിച്ച് അവരെ മയക്കുമരുന്നിന്റെ വ്യാപാരികളാക്കി മാറ്റുന്ന വലിയ ഒരു ശ്രമം. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, അതിന്റെ പിന്നിൽ സംസ്കാരത്തിന്റെ പേരുണ്ട്, സാഹിത്യത്തിന്റെ പേരുണ്ട്, സിനിമകളുണ്ട്, പലതുണ്ട്, പല വഴിക്ക് ഈ പുതിയ തലമുറയെ ആകർഷിക്കുന്ന, അവരെ സ്വാധീനിക്കുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചാണ് കുടുംബത്തിനെതിരെയുള്ള വ്യാപകമായ പോരാട്ടം നടക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇപ്പം ഇറങ്ങുന്ന സിനിമകള്, നോവലുകള്, കഥകള്, സാഹിത്യങ്ങള്, ഇതൊക്കെ ഉള്ളിലൂടെ അത് വായിക്കുന്നവന്റെ, കാണുന്നവന്റെ, ശ്രദ്ധിക്കുന്നവന്റെ മനസ്സിലേക്ക് എത്തിക്കുന്ന സംഗതി എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൻ സംവിധാനമാണ്.
കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അത്തരം കടപ്പാടുകളൊന്നും ആരോടും വേണ്ട. അവനവന്റെ ജീവിതം, അവനവന്റെ സ്വാതന്ത്ര്യം, അവനവന്റെ തീരുമാനം, അതിനപ്പുറത്തേക്ക് മറ്റൊരാളുടെ മുമ്പിൽ തലവെച്ചു കൊടുക്കേണ്ടതില്ല എന്ന ആശയം വളരെ വ്യാപകമായിട്ടാ ഈ എഴുത്തിലൂടെയും ശബ്ദങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും സിനിമയിലൂടെയും എന്തിനേറെ രാഷ്ട്രീയത്തിലൂടെയും ക്രിക്കറ്റ്, ഫുട്ബോള്, അതിലൂടെ പോലും നമുക്ക് തോന്നും ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കണ്ടപ്പോ എന്താ കുഴപ്പോ, അത് നല്ലതല്ലേ. പക്ഷെ അതിലൊക്കെ ഉയർത്തി കാണിക്കുന്ന ചില വ്യക്തികളുണ്ട്. നമ്മുടെ കുട്ടികള് അവരെ ആരാധിക്കുന്നത് പോലെ കൊണ്ടു നടക്കുന്ന വ്യക്തികള്. അവരുടെ കുടുംബജീവിതം, അവരുടെ വൈവാഹിക ജീവിതം, അവരുടെ പ്രണയം, അവരുടെ കാമുകന്മാര്, അവരുടെ ജീവിതാവസ്ഥ, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ വ്യാപകമായിട്ട് അടിച്ചു കയറ്റപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ മക്കളുടെ മനസ്സിൽ വിവാഹം, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാല് എന്തോ ഒരു മോശപ്പെട്ട സംഗതിയായിട്ട് മാറും. ഇതിന്റെ പിന്നിലൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും രൂപത്തിൽ കുടുംബത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ എന്ത് മാർഗം അവിടെ ഉള്ളത്? അങ്ങനെ നല്ല കുടുംബം മനോഹരമാണ്, കുടുംബമാണ് ശാന്തി, കുടുംബമാണ് സ്നേഹം എന്ന് ഈ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ത് മാർഗം നമ്മുടെ മുമ്പിലുള്ളത്? വെള്ളിയാഴ്ച ഖുത്ബ, എത്ര കുട്ടികൾ ഖുത്ബ കേൾക്കാൻ വരാറുണ്ട്? നമ്മൾ സമ്മേളനം നടത്തിയാല് അതില് ഒരു 20-ന്റെയും 30-ന്റെയും ഇടക്ക് വേണ്ട 15-ന്റെയും 30-ന്റെയും ഇടക്ക് പ്രായമുള്ള എത്ര യുവാക്കള് ആ പ്രസംഗം കേൾക്കാൻ വരും? എത്ര ആൾക്കാർ ആ സമ്മേളനം കേൾക്കാൻ വരും? അവര് കേൾക്കുന്നില്ലല്ലോ, അവരെ കേൾപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലല്ലോ, അവരെ നമ്മൾ വിളിച്ചു കൂട്ടുന്നില്ലല്ലോ. നമ്മളെപ്പോഴും ഇത്തിരി 10-40 വയസ്സുള്ള ആൾക്കാർ കൂടിയിട്ട് കേട്ടതന്നെ പിന്നെയും കേട്ട് ഞാൻ ആയത്ത് ഓതുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്താ ഇയാൾ പറയാൻ പോണേ. അത്ര കാലം കേട്ടതാണ് അല്ലേ? അപ്പൊ നമ്മള് ഈ പുതിയ തലമുറയോട് നമ്മളൊരു വലിയ നീതികേട് കാണിക്കുന്നുണ്ട്. ആ നീതികേടിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കേണ്ടത്. വളരെ വ്യാപകമായി ഈ തിന്മയെ പ്രചരിപ്പിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ ആകെയുള്ളത് നമ്മൾ മാത്രം. നമ്മുടെ കയ്യിലൊരു മരുന്നുമില്ല. എന്താ കാട്ടല്ലേ, എന്താലേ, ഓ ഭയങ്കര മോശാലേ, എന്താ ചെയ്യാ? നമ്മൾ നിസ്സഹായരായാൽ പിന്നെ ഈ തിന്മക്കെതിരെ പ്രതികരിക്കാൻ ആരാണ് ഈ ലോകത്ത് ബാക്കിയുള്ളത്? ആരുമില്ലല്ലോ. അധ്യാപകർക്കാവൂല, പോലീസിനാവൂല, പൊതുജനങ്ങൾക്കാവൂല, പള്ളി കമ്മിറ്റിക്കാവൂല, ആർക്കും കഴിയില്ല. ആകപ്പാടെ കഴിയ ബാപ്പാക്കും മാക്കുക. ആ ബാപ്പിമ്മയും കൂടി നിസ്സഹായരായാൽ പിന്നെ നമ്മുടെ കുട്ടികളുടെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ വീടകങ്ങളിലാവണം ഈ മാറ്റത്തിന്റെ തുടക്കം ഉണ്ടാവേണ്ടത്. അതാണ് ഈ മുജാഹിദ് കുടുംബ സംഗമത്തിലൂടെ നമ്മൾ ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടകങ്ങളിൽ മാറ്റത്തിന്റെ തുടക്കം ഉണ്ടാവണം. ശരി, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്? ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തണം. അതിന്റെ ഉത്തരം പറയുമ്പോൾ എന്റെ ഈ സംസാരം ഇൻഷാ അല്ലാഹ് അവസാനിക്കും. ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, ഈ പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾ ഈ കേൾക്കുന്നത്, ഇതൊരു വലിയ ഈ മഹലിലെ എല്ലാ കുടുംബങ്ങളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. ഈ അണങ്കൂർ പള്ളി എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം കുടുംബങ്ങളുള്ള മേഖലയാണ്. വളരെ കുറച്ചേ എത്തിയിട്ടുള്ളൂ. മറ്റു കുടുംബങ്ങളിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെ എത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ എത്തിക്കേണ്ട വ്യക്തിപരമായ ഒരു ബാധ്യത. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഖുർആനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ നബിദിനൊക്കെ വരുമ്പോ നമ്മൾ സുന്നത്തിന്റെ ഒക്കെ പ്രാധാന്യം പഠിക്കുമ്പോ നമ്മൾ ഓതി കേൾക്കാനുള്ള ഒരു ആയത്തുണ്ട്. അള്ളാഹുവും റസൂലും ഒരു കാര്യം നിങ്ങൾക്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോയ്സിന് നമുക്ക് അധികാരമില്ലാന്നാ. അത് വേണോ, അത് ചെയ്യണം, അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ പോരെ? ഇല്ല. അള്ളാഹുവും റസൂലും ഒരു കാര്യം നമുക്ക് നിശ്ചയിച്ചു തന്നാൽ അത് പിൻപറ്റൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അത് പ്രകാരം കുടുംബജീവിതം നയിക്കുക എന്നത് അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. അത് എനിക്ക് വേണമെങ്കിൽ ആയാൽ പോരെ, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ പോരെ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അള്ളാഹു നിശ്ചയിച്ചതാ. മനുഷ്യൻ കുടുംബത്തിലാണ് ജീവിക്കേണ്ടത്, അവൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത്, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നത് പടച്ച റബ്ബിന്റെ നിശ്ചയമാണ്.
ആരെങ്കിലും ആ നിശ്ചയത്തിന് വിരുദ്ധമായി കുടുംബത്തിൽ നിന്ന് അകന്നു പോയാൽ അവനെ പറ്റി റസൂല് പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മി, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഓൻ എത്ര നിസ്കാരം ഉണ്ടായിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും ഹജ്ജും ഉംറയും എല്ലാ കൊല്ലം ഉണ്ടായതുകൊണ്ടും ഒരു കാര്യമില്ല. ഓൻ കുടുംബത്തിൽ ജീവിക്കുന്നില്ലേ, കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ലേ, അവന് സ്വർഗമില്ല. അള്ളാഹുവിന് അവനെ ഇഷ്ടമില്ല. അവന്റെ ഒരു കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞു. അപ്പോ നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞു കൊടുക്കണം, വിവാഹം എന്നത്, കുടുംബജീവിതം എന്നത് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിർവഹിക്കേണ്ട ഒരു ചോയ്സ് അല്ല. അതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയാൻ ഒരാൾക്ക് അധികാരമില്ല എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് മതത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്, അള്ളാഹുവിന്റെ നിയമമാണ്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി കൂടുതൽ സമയം കിട്ടാൻ ഞാൻ കല്യാണം കഴിക്കാതെ എന്റെ ജീവിത സമയം മുഴുവനും ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞ ആളെ പ്രവാചകൻ ദേഷ്യത്തോടു കൂടി തിരുത്തിയിട്ടുണ്ട്. കല്യാണം കഴിക്കണം, കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം, അള്ളാനെ ആരാധിക്കും വേണം, അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ അവരെ തിരുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വിവാഹം എന്നത് നമുക്ക്, അല്ലെങ്കിൽ കുടുംബജീവിതം എന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഉണ്ടാക്കിയ തിരസ്കരിക്കുക ചെയ്യേണ്ട ഒരു സംഗതി അല്ല. അതങ്ങനെ ഉണ്ടാവണമെന്നത് അള്ളാഹുവിന്റെ നിയമമാണ്, നിശ്ചയമാണ് എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. രണ്ട്, ഈ കുടുംബജീവിതം നയിക്കുക എന്നത് ഒരു മോശപ്പെട്ട പരിപാടിയല്ല. ലോകത്തിന്റെ ചരിത്രം മുതൽ ആദിമ മനുഷ്യൻ ആദം നബിയുടെ ഭൂമിയിലേക്കുള്ള വരവ് മുതൽ മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിച്ചത്. ഏത് പ്രത്യേക മതമൊന്നുമില്ല, എല്ലാ മതക്കാർക്കും കുടുംബമുണ്ട്, മതമില്ലാത്തവർക്കും കുടുംബമുണ്ട്. മതനിഷേധമാണ് അഭിമാനം എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ പോലും കുടുംബങ്ങളുടെ കാര്യങ്ങൾ ഭദ്രമാണ്. എല്ലാവർക്കും കുടുംബം. ഇതുവരെ മനുഷ്യൻ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ആ കുടുംബത്തിന്റെ പ്രചോദനമാണ്, ആ കുടുംബത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് ലോകത്ത് ഇന്നുവരെ മനുഷ്യന്മാർ എല്ലാ നേട്ടങ്ങളും നേടിയെടുത്തത്. അത് നമ്മൾ നമ്മുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇതൊരു മോശപ്പെട്ട സംഗതി അല്ല. ഈ കുടുംബങ്ങൾ വേണ്ട എന്ന ഈ ആശയം ഉണ്ടല്ലോ, ഇത് ഇന്നിങ്ങോട്ട് വന്ന് വീണതല്ല. നമ്മുടെ നാട്ടില്, ലോകത്ത്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരര നൂറ്റാണ്ട് മുമ്പ് ഈ കാറ്റടിച്ചിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്തുണ്ട്, വിദേശത്തേക്ക് ജോലിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജന്റാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇറ്റലി അടക്കമുള്ള ചില രാജ്യങ്ങളിലേക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകളുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇറ്റലി എന്ന രാജ്യം അങ്ങനെ ഒരു സാങ്കേതിക മികവ് തെളിയിച്ച രാജ്യമല്ലല്ലോ, ഒരു യാഥാസ്ഥിക രാജ്യമാണല്ലോ ഇറ്റലി. ജപ്പാന്, കൊറിയ, ചൈന എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സ്ഫോടനമുണ്ടായ നാടൊന്നല്ലല്ലോ. എന്താപ്പോ ഇറ്റലിയിൽ പണി? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, പ്രായമായ ആളുകളെ നോക്കുക. പ്രായമായ ആളുകളെ നോക്കാൻ അവിടെ ആളില്ല, അതുകൊണ്ട് അവർക്ക് പണമുണ്ട്, അവരെ സംരക്ഷിക്കാൻ പുറത്തു നിന്ന് ആള് വരണത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അവരുടെ ഭാര്യ മക്കളും കുടുംബങ്ങളും ഒപ്പല്ലേ? അപ്പോഴാ പറഞ്ഞേ, ഇതൊരു അരക്കൊല്ലം, അരനൂറ്റാണ്ട് മുമ്പുണ്ടായ ഒരാശയത്തിന്റെ ഉൽപ്പന്നം അത്. അന്ന് അവർ തീരുമാനിച്ച് കുടുംബം വേണ്ട, മക്കൾ വേണ്ട, കല്യാണം വേണ്ട, മാതാപിതാക്കൾ വേണ്ട, സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യത്തിന്, സ്വന്തം ആനന്ദത്തിന്, സ്വന്തം ആസ്വാദത്തിന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവർ കല്യാണം കഴിച്ചില്ല, അവർക്ക് അഡ്രസ്സുള്ള മക്കളുണ്ടായില്ല, അവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കിയില്ല, കുടുംബത്തിന്റെ ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അവർ ഒറ്റക്ക് സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇപ്പൊ പ്രായം കൊണ്ട് തളർന്നപ്പോ കൂടെ ആരുമില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, ഇണയില്ല, തുണയില്ല, രക്തബന്ധങ്ങളില്ല, വിവാഹബന്ധങ്ങളില്ല, ഒന്നുമില്ല. നിസ്സഹായതയിൽ വലിച്ചെറിയപ്പെട്ട് അവർ ഒറ്റക്ക് കിടക്കുക. പൈസ ഉണ്ട്,
ആ പണം കൊടുത്ത് ഇപ്പോ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്തു നിന്ന് ആളുകൾ ആ നാട്ടിലേക്ക് എത്തേണ്ട ഒരു ദുരവസ്ഥ. അതുകൊണ്ട് തന്നെ ആ നാടിന്റെ ഭരണാധികാരികൾ ഇന്ന് കുടുംബജീവിതത്തിന് പ്രോത്സാഹനം നൽകുകയും അതിന് അവിടുത്തെ ഭരണാധികാരികൾ ഒരുപാട് സഹായങ്ങൾ നൽകുകയും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പല രൂപത്തിലും കുടുംബത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോ. പക്ഷേ അന്ന് അവിടെ അടിച്ച കാറ്റുണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴെത്തണേ. ഇതിന്റെ അനന്തരഫലം ഒരര നൂറ്റാണ്ടിന്റെ ഇടക്ക് നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം, അത് കേരളത്തിലാട്ടോ ഇതിങ്ങനെ കാണുന്നത്. പലപ്പോഴും പറയാറുണ്ട്, യൂറോപ്പിന്റെ സംസ്കാരം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം കയറി വരിക നമ്മുടെ നാട്ടിൽ കാണാം. തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകയില് ആന്ധ്രയിലൊക്കെ ഇപ്പോഴും അവരുടെ സാമൂഹ്യ ഘടനയിൽ വിവാഹവും കുടുംബജീവിതങ്ങളും ഏറെ വിലപിടിപ്പുള്ള സംഗതിയാണ്. നമ്മുടെ നാട്ടിലാണ് അതിന്റെ വില പോയതും അതിന്റെ ലക്ഷ്യങ്ങൾ മാറിപ്പോയതും. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കുടുംബജീവിതം തകർന്നു പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ അവർക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ ആരോഗ്യം, ഇന്നത്തെ ഈ 10, 18, 20, 22, 24 ഒക്കെയുള്ള ഈ ജീവിതത്തിന്റെ ഈ പളപളപ്പുണ്ടല്ലോ, ഇതങ്ങട്ട് നഷ്ടപ്പെട്ടു പോയാൽ, ആർക്കും വേണ്ടാതെ വന്നാൽ, തൊലിയുടെ നിറം മാറിയാൽ, ചുക്കിച്ചുളിഞ്ഞാൽ, എല്ലുകൾ ദുർബലമായാൽ, കാഴ്ചയുടെ ശേഷി മങ്ങിയാൽ, പിന്നെ ആർക്കും ആരും വേണ്ട, ഒറ്റപ്പെട്ടു പോകും. ഒരു മനുഷ്യണ്ടാവില്ല തിരിഞ്ഞോക്കാൻ. നല്ല ഒരു ഈ വിവാഹമോചിതരായ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. അവരിടക്കിടക്ക് സംഘടിക്കും, ഭയങ്കര ആഘോഷക്കായിട്ട് അവര് സമൂഹത്തോട് പറയുന്നത് എന്താ അറിയോ? വിവാഹിതരായ പെണ്ണുങ്ങളോട് വേഗം പുതിയാപ്പിളാരെ ഒഴിവാക്കി വന്നോളി, അവരുടെ അടിമകളായി അമ്മോശക്കാക്കാന്റെയും അമ്മായിമാന്റെയും മലമൂത്രവും വാരി അവിടെ അങ്ങനെ നിൽക്കണ്ട, ഒഴിവാക്കി ഞങ്ങളെ കൂടെ പോരി, സുഖമായിട്ട് ആഘോഷിച്ച് ജീവിക്കാന്നാണ് ഓരോ കൂട്ടം കൂടുമ്പോഴും മറ്റുള്ളവരോട് പറയുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ലേഖനം ഞാൻ ഈ അടുത്ത ദിവസം വായിച്ചു. അവർ അനുഭവിക്കുന്ന മാനസിക വ്യഥയെ കുറിച്ചാണ്. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയുണ്ട്. ഇവർ രണ്ടാളും ഒന്നിച്ച ജോലിയാണ്. ജോലി കഴിഞ്ഞ് ധൃതിയിൽ പുറത്തേക്ക് വരുമ്പോ ഈ സഹപ്രവർത്തക ഇവരോട് പറയത്രേ, ഞാൻ വേഗം പോട്ടെ, ഭർത്താവ് വരുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടികൾ സ്കൂളിട്ട് വന്നിരിക്കും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ല, അവരുടെ ഡ്രസ്സ് അലക്കണം, വീട്ടിൽ കുറെ പണിയുണ്ട്, ഞാൻ വേഗം പോട്ടോ എന്ന് പറഞ്ഞ് ആ സഹപ്രവർത്തക പെട്ടെന്ന് ഊർജ്ജസ്വലയോടുകൂടി അവരുടെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോ നമ്മുടെ ഈ സഹോദരി ബസ് സ്റ്റാൻഡിന്റെ തൂണും ചാരി നിൽക്കുക. എങ്ങട്ടാ പോണേ? എന്തിനാ പോണേ? ആർക്കൊന്നും ചെയ്യാല്ല, ആർക്കൊന്നും ചെയ്തു കൊടുക്കാല്ല, ജീവിതത്തിൽ ഒന്നുമില്ല, ലക്ഷ്യമല്ല, ഉത്തരവാദിത്തമല്ല, ഒന്നുമില്ല, അങ്ങനെ നിൽക്കുക. ആ സ്ത്രീ ആഹ്വാനം ചെയ്യാണ് തന്റെ മറ്റുള്ള സഹജീവികളോട്, പ്രിയപ്പെട്ട സ്ത്രീകളെ, ഒരു കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോരാതിരിക്കുക. പുറത്തു പോന്ന ഞാൻ അനുഭവിക്കുന്ന വ്യത അത് താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷേ ആ തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് കിട്ടുമ്പോഴേക്ക് കാലം കുറെ കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക കുടുംബജീവിതത്തിന്റെ മഹത്വം, അതുകൊണ്ട് കിട്ടുന്ന നേട്ടം, അതില്ലാതായാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം നമ്മൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീടകങ്ങളിൽ ആദർശത്തിന്റെ തിളക്കുണ്ടാവണം. ആദർശം എന്നത് അങ്ങാടിയിൽ തർക്കിക്കാനും സോഷ്യൽ മീഡിയയിൽ മറുപടി പറയാനും മാത്രമുള്ള ഒരു സംഗതി ആവരുത്. അത് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങി നമ്മുടെ കുടുംബങ്ങളിലൂടെ, അയൽപക്കങ്ങളിലൂടെയാണ് അത് പുറത്തേക്ക് പോകേണ്ടത്. പ്രബോധനത്തിന് ഒരു രീതിശാസ്ത്രമുണ്ട്, പ്രബോധനത്തിന് ഒരു മുൻഗണനാക്രമമുണ്ട്. അതിൽ ആദ്യത്തെ ആള് ഞാനാണ്, പിന്നെ എന്റെ കുടുംബമാണ്, പിന്നെ എന്റെ അയൽവക്കാണ്, പിന്നെ അങ്ങനെ പോവുകയാണ്. ഇത് വീട്ടിൽ പറയില്ല, കുടുംബത്തിൽ പറയില്ല, എന്നിട്ട് പുറത്തു പോയിട്ട് നമ്മൾ തർക്കിക്കാനും തല്ലുകൊള്ളാനും നമ്മൾ റെഡിയാ. പക്ഷെ പെരയിൽ അതിന്റെ കുടുംബക്കാരനാണ്, മൂപ്പരോട് ഞാൻ പറഞ്ഞ മോശമാണ്, മിണ്ടൂല. വീട്ടിൽ പറയില്ല. അങ്ങനെ ആവരുത്. നമ്മുടെ വീട്ടില് ആദർശത്തിന്റെ തിളക്കുണ്ടാവണം. അവിടെ നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ചേർന്ന് ആദർശപരമായ സംസാരങ്ങൾ ഉണ്ടാവണം. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആദർശത്തിനു നിരക്കാത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ ആ ചിന്തകൾക്ക് നമ്മൾ മറുപടി കൊടുക്കണം. പലപ്പോഴും നമ്മുടെ ഈ ഹൈസക്ക് പോലെയുള്ള
കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മേളനങ്ങളിൽ അവരോട് സംശയങ്ങൾ ചോദിക്കാൻ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന സംശയങ്ങൾ. ഈ 16, 17 ഒക്കെ വയസ്സുള്ള കുട്ടിക്ക് ഈ സംശയങ്ങൾ എവിടുന്ന് കിട്ടിയെന്ന് നമ്മൾ അത്ഭുതപ്പെടും. പക്ഷേ അവർക്കതിൽ അത്ഭുതമല്ല. അവര് സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിൽ അവർക്ക് ചോദ്യങ്ങൾ കിട്ടുന്നുണ്ട്, അതിലവർക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിലവർക്ക് നമ്മുടെ മതത്തിനെ നിഷേധിക്കുന്ന എമ്പാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ഓല മനസ്സിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികള് മതത്തോട് താല്പര്യമില്ലാത്തവരാവുക, ആദർശത്തോട് താല്പര്യമില്ലാതെ ആവുക, മറ്റു മതക്കാർക്കുള്ള അവരുടെ മതത്തോടുള്ള ആദർശം പോലും നമ്മുടെ വിദ്യാസമ്പന്നരായ തലമുറയിൽ കാണുന്നില്ല. നിങ്ങളൊരു ഹൈന്ദവ സഹോദരന്മാരുടെ കല്യാണം താലികെട്ടിന് പോയിട്ടുണ്ടോ? ക്ഷേത്രത്തിലോ മറ്റൊക്കെ അവരെത്ര ഭംഗിയായിട്ടാണ് നിർവഹിക്കാറ്, ഒരപശബ്ദം പോലും ഇല്ലാതെ. ക്രൈസ്തവരുടെ മനസ്സമ്മതവും അവരുടെ ചാലികെട്ടലൊക്കെ പള്ളികളിൽ എത്ര ഭംഗിയായിട്ട് നടക്കല്. നമ്മളെ നിക്കാഹിന്റെ സദസ്സ് എങ്ങനെ? ആനയും അമ്പാടിയും പടക്കം പൂത്തിരി പിന്നെ എന്തൊക്കെ തെറിവിളിക്കലുകൾ പോലും അതിന്റെ ഭാഗമായിട്ട് മാറിയില്ലേ? ആദർശ പ്രബുദ്ധത എവിടെ നമുക്ക് നഷ്ടമായത്? എന്റെ വീടിന്റെ അയൽപക്കത്ത് എല്ലാ മതക്കാരും ഉള്ളൊരു പ്രദേശം. അവിടെ പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് മറ്റു അമുസ്ലിം കുട്ടികളൊക്കെ വരും. അതേപോലെ ക്രിസ്മസ് ഓണ സമയത്ത് അങ്ങനെ അവിടെയുള്ള കുട്ടികളൊക്കെ അവരുടെ വീടുകളിലേക്കൊക്കെ പോകും. മറ്റുള്ള ആശയക്കാരാണ്, അവരും അങ്ങനെ പോകാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൗതുകത്തോടെ ശ്രദ്ധിക്കാറുണ്ട്. പെരുന്നാൾ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഹിന്ദു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യ സഹോദരന്റെ വീട്ടിൽ നിന്നോ ഒരു പെൺകുട്ടി കയറി വരുമ്പോ, ഇന്ന് മുസ്ലിങ്ങളെ പെരുന്നാളല്ലേ, ഓരൊക്കെ പർദ്ദി മഫ്തിയൊക്കെ ഇട്ട ദിവസമാണല്ലോ, അതുകൊണ്ട് നമുക്ക് പർദ്ദി മഫ്തിയൊക്കെ ഇട്ടുകാണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പോകാന്ന് ഒരു ഹിന്ദു സഹോദരി ഒരു ക്രൈസ്തവ സഹോദരി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഓല വേഷത്തില് മുല്ലപ്പൂവൊക്കെ ചൂടി പൊട്ടൊക്കെ ചുട്ട് ചന്ദനൊക്കെ ചോരിട്ട ഒരു വരിക. നമ്മുടെ കുട്ടികള് ഓണാഘോഷിക്കാൻ നമ്മുടെ കാഴ്ച കണ്ടിട്ടില്ലേ? പർദ്ദട്ട പോവാ, മക്കനട്ട അല്ലല്ലോ. നമ്മള് ആ മതത്തിലേക്ക് പൂർണ്ണമായി കൺവേർട്ട് ചെയ്തിട്ട് ആ കോലത്തിലാ പോവുക. എന്താ കാരണം? ആദർശത്തിന്റെ വ്യതിരിക്തത അവർക്കറിയില്ല. അവരെ കുറ്റപ്പറയരുത്, അവരെ കുറ്റപ്പെടുത്തരുത്. അവർക്കറിയില്ല, അവർക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അവർ കേട്ടിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. അതാ അല്ലേ? അപ്പോ നമ്മുടെ വീടുകൾ ആദർശ പ്രബുദ്ധമാവണം എന്നാ പറഞ്ഞേ. നമ്മൾ ഈ അങ്ങാടിയിലും പള്ളിയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഈ തർക്കിക്കണ വാട്സാപ്പിലൊക്കെ തർക്കിക്കണ കാര്യങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ നമ്മുടെ വീട്ടിലാണ് ചർച്ച ചെയ്യണം. ഇന്നിപ്പോ ഒരു ഗ്രഹണം നടക്കുക, ചന്ദ്രഗ്രഹണം. എന്താണ് ചന്ദ്രഗ്രഹണം? അങ്ങനെ ഗ്രഹണം ബാധിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ എത്ര കുട്ടിയൊക്കെ അറിയാം. ഇന്നൊരു നിസ്കാരമുണ്ട് രാത്രി ഒരു 11 മണി മുതൽ ഒരു 12:30 വരെയൊക്കെ. ആ നിസ്കാരം എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, അവിടെ പ്രസംഗം ഉണ്ടാകും, ഒരു പ്രാർത്ഥന ഉണ്ടാകും. നമ്മളെ വീട്ടിൽ എപ്പോഴെങ്കിലും നമ്മൾ മക്കളോട് അത്തരം കാര്യം സംസാരിച്ചിട്ടുണ്ട്? എന്നാ വീട്ടിൽ ചർച്ച ഉണ്ട്. യൂറോപ്യൻ കപ്പില് ഏതൊക്കെ ടീം തമ്മിലാ നാളത്തെ കളി? ലാലിഗയില് എന്നത്തെ ഫൈനലില് ആരൊക്കെ തമ്മിലാ? ബ്രസീൽ ടീമിൽ എന്തൊക്കെ മാറ്റം, അർജന്റീന ടീമിലെ മാറ്റങ്ങൾ എന്തൊക്കെ, പുതിയ കോച്ച് ഏതാ, പാർട്ടി ഏതാ, ഒക്കെ പെരിയില് നിർബാധം ചർച്ചകൾ നടക്കുക. പക്ഷേ ദീനീയായ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തലമുറക്ക് ഈ വിവരം തീരെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ആദർശപരമായ ചർച്ചകൾ കൊണ്ട് പ്രബുദ്ധമാവട്ടെ. 1. 2, എക്കാലത്തും ലോകത്ത് വഴിതെറ്റിപ്പോകുന്ന തലമുറകളെ സംരക്ഷിക്കാൻ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചപ്പോ ആ പ്രവാചകന്മാർ കൈവശം അള്ളാഹു തആല കൊടുത്തയച്ച മരുന്ന് എന്തായിരുന്നു? ലോകത്തിലെ മനുഷ്യർ തെറ്റുകളിലേക്ക് വീണുപോയ കാലത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ ആ തെറ്റിൽ നിന്ന് സംസ്കരിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചപ്പോ ആ പ്രവാചകന്മാരുടെ കൈവശം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ആ ആയുധം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? വാളോ വടിയോ അല്ലല്ലോ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദു. ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല, എന്നെ മാത്രമല്ലാതെ ആരെയും നിങ്ങൾ ഇലാഹാക്കരുത്, ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും അള്ളാഹു ലോകത്തേക്ക് അയച്ചിട്ടില്ല.
അതായത് മനുഷ്യനെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ വിദ്യാഭ്യാസോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റേതെങ്കിലും ഭൗതിക ഘടകങ്ങളോ അല്ല. മനുഷ്യനെ നന്നാക്കാൻ പ്രപഞ്ച സൃഷ്ടാവ് നിശ്ചയിച്ച ഏറ്റവും നല്ല മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവനെ കൊണ്ടുവരാൻ. നമ്മള് ഈ പള്ളിന്റെ ഉള്ളില് ഈ കോലത്തിൽ ഇരിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ ഉള്ളില് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായത് കൊണ്ടല്ലേ? പലിശയിലേക്ക് പോകാതെ, വ്യഭിചാരത്തിലേക്ക് പോകാതെ, തോന്നിയാസത്തിലേക്ക് പോകാതെ നമ്മൾ ജീവിക്കാനുള്ള കാരണം എന്താ? നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിട്ടാ, നമുക്ക് പ്രയാസങ്ങളില്ലായിട്ട് അല്ലല്ലോ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളത് കൊണ്ടല്ലേ? ഒരു മനുഷ്യന്റെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേറി കൂടിയാൽ രക്ഷപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാവാതെ അവൻ ജീവിച്ച് മരിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, ഓൻ സ്വർഗ്ഗത്തിലാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ശക്തിപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾക്കാർക്കും ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചത് എത്ര പ്രസംഗത്തുന്ന, എത്ര വാദപ്രതിവാദത്തുന്ന, എത്ര ഗണന പ്രസംഗത്തുന്ന, എത്ര ലേഖനത്തുന്ന, എത്ര പരിഭാഷയിൽ നിന്ന നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച്. നമ്മുടെ ഈ പാവം കുട്ടികൾ എവിടുന്ന് പഠിക്കണേ? ആകപ്പാടെ മദ്രസയിൽ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ തൗഹീദ് എന്നാൽ ഏകദൈവ വിശ്വാസമാണ് എന്ന ഒരു 1.5 പേജ് പാടുണ്ട്. ആ പാടല്ലാതെ നമ്മുടെ മക്കൾക്ക് തൗഹീദിന്റെ പഠനവുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ആ മദ്രസകൾ തന്നെ ആഴ്ചയിൽ 7 ദിവസം നടക്കേണ്ട മദ്രസകൾ 6 ദിവസമായി, 5 ദിവസമായി, 2 ദിവസമായി, 1 ദിവസമായി, ചില സ്ഥലത്തൊക്കെ ഓൺലൈനായി. 23 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവും പകലുമായിട്ട് പഠിപ്പിച്ച ഈ ഇസ്ലാമിനെ ക്യാപ്സൂളാക്കി ചെറുതാക്കി ആഴ്ചയിൽ 1 ദിവസം അല്ലാതെ ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് ആണ് ഇട്ടുകൊടുത്താൽ എന്താണ് ഈ കുട്ടികൾക്ക് കിട്ടുക? ഒരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല, അതിന്റെ വലിപ്പം മനസ്സിലായിട്ടില്ല, അതിന്റെ വ്യതിയാനം മനസ്സിലായിട്ടില്ല, അതിന്റെ കൃത്യത മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അതിനി പഠിപ്പിച്ചു കൊടുക്കപ്പം വയലിനൊന്നും ഓളെ കിട്ടൂല, സമ്മേളനത്തിന് പോലും വരൂല, പള്ളിയിൽ ഖുതുബ കേൾക്കാൻ പോലും കുറവാ. പിന്നെ ഓല നമുക്ക് കിട്ടൂലേ? നമ്മുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, വീട്ടിൽ സംസാരിക്കാനിരിക്കുമ്പോ, ഒന്നിച്ചാകുമ്പോ നമ്മൾ ഇത്തരം വിഷയങ്ങള് ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിൽ ഇടയ്ക്കിടക്ക് നമ്മുടെ മക്കളെയും കൊണ്ട് യാത്ര പോകണം, കുടുംബത്തെയും കൊണ്ട് ടൂർ പോകുക എന്നല്ല, അവരെയൊന്ന് ഒരുമിച്ച് കൊണ്ടുപോവാം. ആ യാത്രയിലാണ് അവരെന്താണ് എന്ന് നമുക്കും മനസ്സിലാവും, നമ്മൾ എന്താന്നില്ല ഓൾക്കും മനസ്സിലാവും. ചേർത്ത് പിടിക്കാനും സംസാരിക്കാനും തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പകർന്നു കൊടുക്കാനും തിരിച്ചറിയാനും ആ യാത്രകൾ ഉപകരിക്കും. മാസത്തിലൊരിക്കലെങ്കിലും പോകണമെന്നാ ഞാൻ പറയാം. അതിന് പറ്റൂലെങ്കിലേ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും കൊണ്ട് ഒരു ചെറിയ യാത്രകൾ പോവാം. ഒരു രാത്രി എവിടെയെങ്കിലും അതിന് ചെലവാക്കുന്ന തുക ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവൂല. ഒരു യാത്ര പോയി കുടുംബത്തെ കൂട്ടി പോണെങ്കിൽ ചുരുങ്ങിയത് 15,000 രൂപ വേണ്ടേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ആ 15,000 ആ യാത്ര നൽകുന്ന ഗുണം വെച്ച് നോക്കുമ്പോ ഒരിക്കലും നഷ്ടാവൂല. പക്ഷെ ആ യാത്ര എന്ന് പറഞ്ഞാൽ വെറും ഫോട്ടോ എടുക്കാനും ഫുഡ് അടിക്കാനും മാത്രമാവരുത്. ആ യാത്രക്ക് ഒരു പ്ലാന് വേണം, ഇരിക്കണം, സംസാരിക്കണം. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർക്ക് അനുയോജ്യമായ വിഷയങ്ങൾ ഉണ്ടാവണം. പാടില്ലാത്തത് പാടില്ല എന്ന് പറയണം. ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അതിന്റെ ശരി തെറ്റുകൾ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. യാത്രകൾ വേണം. ആ യാത്രയിലൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ കുറെ സമയം ഒരുമിച്ച് കിട്ടും. അവരോട് കാര്യങ്ങൾ പറയാണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും അതിന്റെ വ്യത്യാസവും ഒക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോഴേ ഞങ്ങളുടെ കൂടെ അമേരിക്കയിൽ നിന്നുള്ള ചില കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവർ വർഷങ്ങളായിട്ട് അമേരിക്കയിൽ സെറ്റിലായവരാണ്. അവിടെ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ കുടുംബങ്ങളുടെ മതപരമായ താല്പര്യമാണ്. നമ്മളെ കാഴ്ചപ്പാടിൽ അമേരിക്കാരനെ എന്താ
അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങോട്ട് പിടുത്തം വിട്ടു പോയ ആ അധാർമികതയുടെ കേന്ദ്രം എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന നാട് അമേരിക്ക. അവിടെ ദീനൊക്കെ അങ്ങനെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ നിന്ന് വന്ന ആ കുടുംബങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. മതപരമായ അവരുടെ താല്പര്യം, രാത്രിയൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ അവർ കാണിക്കുന്ന താല്പര്യം, സംസാരങ്ങളിൽ അവർ കാണിക്കുന്ന മിതത്വം, നമ്മളെപ്പോലെ എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി പറഞ്ഞ് തർക്കിക്കാൻ അവരില്ല. മാത്രല്ല, ഞാൻ കണ്ട ഏറ്റവും വലിയ സവിശേഷത, കുട്ടികളും അവരും തമ്മിലുള്ള വല്ലാത്ത മാനസിക ബന്ധം. മുതിർന്ന മക്കളാണെങ്കിൽ പോലും ബാപ്പയോടും ഉമ്മയോടും ഒക്കെ കാണിക്കുന്ന വല്ലാത്ത സ്നേഹം, അടുപ്പം, അവരുടെ ചങ്ങാതം. ബാപ്പ ഇരിക്കുകയാണെങ്കിൽ മക്കൾ ഇരിക്കാൻ മടിക്കുകയാണ്, ഒരവിടെ നിൽക്കുകയാണ്. ബാപ്പ പറഞ്ഞാലേ ഇരിക്കൂ. ബാപ്പക്ക് ഹിദ്മത്ത് ചെയ്യുന്ന, ഭക്ഷണം കൊണ്ടുവച്ച് കൊടുക്കുന്ന, കൈ കഴുകാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന ആ മക്കളുടെ കുടുംബത്തോടുള്ള താല്പര്യമൊക്കെ കണ്ടപ്പോ സത്യത്തില് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അങ്ങനെ ആലോചിച്ച്, അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന സാമ്പത്തികമായിട്ട് ഒരു പഞ്ചമില്ലാത്ത ഈ കുടുംബങ്ങളിൽ എങ്ങനെയാണ് ഈ ധാർമ്മികമായ ബോധം ഇത്രമേൽ അമേരിക്കയിൽ മാത്രമല്ല, സിംഗപ്പൂരിൽ നിന്നുള്ളൊരു കമ്മ്യൂണിറ്റി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതും ഒട്ടും വ്യത്യസ്തമല്ല. ഇതേ രൂപത്തിൽ സിംഗപ്പൂർ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ വേറെ ലോകല്ലേ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സാമൂഹ്യ ജീവിതം എങ്ങനെയാണ്? അപ്പൊ അവര് പറഞ്ഞെന്താ അറിയോ, ഞങ്ങള് ഈ കുടുംബങ്ങള്, ഈ ആദർശമുള്ള കുടുംബങ്ങള് ഒരൊറ്റക്കെട്ടാണ്. ഞങ്ങൾക്കൊരു പള്ളിയുണ്ട്, ആ പള്ളിയെ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ ജീവിതം. നിസ്കരിക്കാൻ സുബഹി അടക്കം പറ്റുന്ന വക്തിലൊക്കെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഒന്നായിട്ട് ആ പള്ളിയിൽ പോയി നിസ്കരിക്കും. വെള്ളം കൊടുക്കാനായോ? പിറ്റത്തെ ആഴ്ച അതേപോലെ ഇത് ആവർത്തിക്കും. അവരുടെ ജീവിതം ആദർശബന്ധിതമാണ് അർത്ഥം. ആ ആദർശബന്ധിതമായ ജീവിതമാണ് അവർക്ക് ഇത്രയും സൗമ്യമായ സുന്ദരമായ ഒരു കുടുംബ സംവിധാനത്തെ കൊടുക്കും. മക്കളൊക്കെ ഓരൊപ്പം തന്നെയാണ്. ആ കുട്ടികളുടെ 10-18 വയസ്സായ മക്കളൊക്കെ അവരുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കള് ഓരോ ബാപ്പയ്ക്കാണ്. ബാപ്പാനെ കെട്ടിപ്പിടിച്ചും ബാപ്പാന്റെ മുഖത്ത് ഉമ്മ വെച്ചും ബാപ്പാന്റെ കൈപിടിച്ചും ബാപ്പാന്റെ മടിയിൽ കിടന്നും അവരങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ അസൂയാണ്. നമ്മളൊക്കെ വീടിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ 15-16 വയസ്സായ മക്കളുണ്ടെങ്കിൽ ഒരു ബഹുമാനം കൊണ്ട് അടുക്കള കൂടെ കയറി വരിക, നമ്മളെ മുമ്പിൽ കൂടെ വരാൻ വരെ അവർക്ക് മടിയാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്ര സുന്ദരമായ കുടുംബ വ്യവസ്ഥിതികൾ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഈ ലാ ഇലാഹ ഇല്ലല്ലയും അത് മുന്നോട്ട് വെക്കുന്ന ആശയവും തന്നെയാണ് ലോകത്ത് മനുഷ്യരെ സംസ്കരിക്കാനുള്ള ഏറ്റവും നല്ലതും ഒരേ ഒരു മാർഗം. ബാക്കിയുള്ളതൊക്കെ അതിന്റെ റിസൾട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയില്ലേ, ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു ലഹരിക്ക് അടിപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്താ മാർഗം? മരുന്ന്. ഏത് മരുന്ന്? അറിഞ്ഞു കൊടുക്കുന്ന മരുന്നും അറിയാതെ കൊടുക്കുന്ന മരുന്നും അലോപ്പതിയും നാടനും പല ജാതി മരുന്നുണ്ട്. അത് കുടിച്ചിട്ട് ആരെങ്കിലും നിർത്തിക്കണോ? നിർത്തിയിട്ടില്ല. ഡി അഡിക്ഷൻ സെന്ററുകൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് 1-2 മാസം അവിടെ ജയിലുകൾക്ക് സമാനമായ ഇടങ്ങളിൽ പാർപ്പിച്ച് മരുന്ന് കൊടുത്ത് ശിക്ഷിച്ച് എല്ലാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നാട്ടിൽ പോണ വഴിക്ക് ബാറിന്റെ ബോർഡ് കണ്ടപ്പോ അവിടെ ഇറങ്ങിയിട്ട് ഓൻ ബാറിൽ പോയി. എത്ര ആളെ മാറിയത്? 100 ആളെ മാറ്റാൻ ശ്രമിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 20 ആളെ പോലും മാറ്റി കിട്ടില്ല, ഒരു പിന്നി പോകും. അതാവസ്ഥ. അവിടെയാണ് ലഹരിയിൽ മുങ്ങിക്കിടന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനും റസൂലുള്ള മാറ്റിയത്. മരുന്ന് കൊടുത്തിട്ടല്ല, ഡി അഡിക്ഷൻ സെന്ററുകളിൽ പറഞ്ഞയച്ചിട്ടല്ല, മദ്യത്തിന്റെ വിപത്തിനെ കുറിച്ച് സെമിനാറും സിമ്പോസിയം നടത്തിയിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത് അത് തലയിൽ കയറിയപ്പോ റസൂൽ അവരോട് പറഞ്ഞ്, ആ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇത് ഒഴിവാക്കണമെന്ന്. ഒഴിവാക്കാനായില്ലേ?
അള്ള പറഞ്ഞോ എന്നാ ഞങ്ങൾ ഒഴിവാക്കി. ഇത്ര എളുപ്പം നിറങ്ങള്. ഞാനും നിങ്ങളൊക്കെ പല തെറ്റും ചെയ്യാത്ത എന്തുകൊണ്ടാണ് നിങ്ങള്? അള്ള പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ തലയിൽ കേറി കിട്ടിയാൽ അവനെ പരിവർത്തിപ്പിക്കാൻ നല്ല എളുപ്പം. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് പ്രചരിപ്പിക്കണം. അത് ശരിക്കും മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളിക്കണം, അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന് വലിയൊരു സുരക്ഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെറുപ്പക്കാരനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് പറഞ്ഞേ, യാ ഗുലാം യഹ്ഫളില്ലാഹ് യഹ്ഫളുക. എന്താ അർത്ഥം അറിയോ? മോനെ, നീ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ള നിന്നെ സൂക്ഷിച്ചോളുന്ന. എന്താ അള്ളാനെ സൂക്ഷിക്കുക പറഞ്ഞാല്? അള്ളാഹ്ക്ക് അപകടമൊന്നും പറ്റാതെ സൂക്ഷിക്കുക അല്ലല്ലോ. അള്ളാഹ്ക്ക് മഴയും വെയിലൊക്കെ തട്ടാതെ സൂക്ഷിക്കുക അല്ലല്ലോ. അള്ളാനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കുക. അങ്ങനെ നീ ജീവിക്കാൻ തയ്യാറായാൽ യഹ്ഫളുക, അവൻ നിന്നെ സൂക്ഷിക്കും. അതേതാ സൂക്ഷ്മത? അതേതാ സൂക്ഷ്മത? ഈ പറഞ്ഞ സൂക്ഷ്മത. അപകടത്തിലേക്ക് പോകാതെ, വഴിയാധാരമാകാതെ, വഴി തെറ്റാതെ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. വീണ്ടും റസൂൽ പറഞ്ഞു, നീ അള്ളാനെ സൂക്ഷിക്ക്, എങ്കിൽ നിന്റെ മുമ്പിൽ നിനക്ക് അള്ളാനെ കാണാം. നമ്മുടെ കുട്ടികൾക്കൊന്നും ക്ഷമല്ലല്ലോ. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് നരമ്പ് മുറിച്ചും കെട്ടിത്തൂങ്ങിയും മേലേന്ന് ചാടിയും വിഷം കുടിച്ചും എലിവശം നിന്നൊക്കെ ഒരു ജീവിതം അവസാനിപ്പിക്കുക. ക്ഷമല്ലല്ലോ, പരിഹാരങ്ങളില്ലല്ലോ മുമ്പില്. റസൂൽ പറയാണ്, മോനെ, നീ അള്ളാനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിൽ എനിക്ക് അള്ളാനെ കാണാം. പ്രതിസന്ധികളിൽ പരിഹാരമായി, ഒറ്റപ്പെടുമ്പോൾ കൂട്ടായി, സങ്കടങ്ങളിൽ സമാധാനമായി അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാവുന്നു. അതിന്റെയൊക്കെ ഉപാധി എന്താ അറിയോ? യഹ്ഫളില്ലാഹ്, നീ അള്ളാനെ സൂക്ഷിക്കണം. ആ ഒരു പാഠം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അഥവാ ചുരുക്കത്തിൽ നമ്മുടെ വീട് ആദർശബന്ധിതമാവണം എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടാമത് നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല മാതൃകയാവണം. ഈ വിവാഹം വേണ്ട എന്ന് പറയുന്ന കുട്ടികളുണ്ടല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവരെന്തുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് പറയുന്നത് എന്ന് അവരോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുമ്പോ അവരിൽ പലരും പറയുന്ന മറുപടികളിൽ ഒരു ഐക്യമുണ്ട്. അതിൽപ്പെട്ട ഒരു മറുപടി എന്താ? ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ബാപ്പാന്റെ ഉമ്മാന്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്, എന്നും പ്രശ്ന, അടി പിടി കച്ചറി, ആകെ പ്രശ്ന. എന്തിനാണ് ഇതുപോലെ? എന്നോടൊരു കുട്ടി ചോദിച്ചത്, ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും എന്തിനാ സാറേ തീവണ്ടിക്ക് തലവെക്കാൻ പോണേ? ഇങ്ങനെ ജീവിച്ചു പോണ്ട്, അങ്ങനെ പോയാ പോരെ? അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ, ഇങ്ങനെ ജീവിച്ചാൽ ഇപ്പൊ ജീവിക്കാം, ഒരു 10-60 കൊല്ലക്കാവുമ്പോൾ ഒറ്റപ്പെടൂലേ? അപ്പൊ എന്താ ഒരു പറഞ്ഞറിയോ? അത് സർക്കാരുണ്ടാവും നമ്മളൊക്കെ കൊണ്ടുപോയി നോക്കാൻ, അത് നമ്മൾ ഇപ്പൊ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കുട്ടികളുടെ മാനസികാവസ്ഥ. കാരണം എന്താ അറിയോ? അവരുടെ മാതാപിതാക്കളിലൂടെ അവർക്ക് കിട്ടിയ മാതൃക അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം അത് ബെഡ്റൂമിന്റെ പുറത്തേക്ക് ഒരാൾ അറിയാൻ പാടില്ല. തെറ്റും. രണ്ടാളും രണ്ട് പ്രകൃതി, രണ്ട് സ്വഭാവം, രണ്ട് പെരുമാറ്റമൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് അകലും. ആ അകൽച്ച ബെഡ്റൂമിന്റെ ഉള്ളിൽ മാത്രം, പുറത്ത് ഒരാൾ അറിയരുത്, പുറത്ത് ഒന്നാവണം, പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിൽ. ഈ മാതാപിതാക്കളുടെ തണലിലെ ഞങ്ങൾക്ക് ജീവിക്കാനാവൂ എന്ന് മക്കൾക്കാണ് ബോധ്യപ്പെടും. ഇപ്പത്തെ സംഭവം എന്താ? ബാപ്പ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടികളോട് കർക്കശമായി ഇടപെട്ടാൽ ഉമ്മ അടുക്കളയിൽ നിന്ന് ഓടി വരും. നിങ്ങൾ എന്തിനാ ഓനെ ചീത്ത പറയണേ? എന്തിനാ ഓളെ ചീത്ത പറയണേ? ഓല് മറ്റു കുട്ടികളെക്കാളൊക്കെ നല്ല കുട്ടികളല്ലേ, അല്ലെങ്കിലും നിങ്ങൾക്ക് ഓലെ കണ്ണിന് കണ്ടൂടാ. ഒരു വർത്താനം മക്കളോട് പറഞ്ഞാൽ രണ്ടാമത്തെ വർത്താനം പെണ്ണുങ്ങളോട് പറയേണ്ടി വരും. തിരിച്ചു അങ്ങനെ തന്നെ. കുട്ടികളെ ഒരു കാര്യത്തിൽ ഗുണദോഷിച്ചാൽ അപ്പ ബാപ്പ ഇടപെടും. കുട്ടികളെ ഭാഗത്തുനിന്ന് ഓല വക്കീലായിട്ടാ ബാപ്പ സംസാരിക്കുക. അതോടുകൂടി ഉമ്മ നിശബ്ദമാവുകയോ ഉമ്മയുടെ സംസാരത്തിന്റെ ഗതി മാറുകയോ ചെയ്യും. അപ്പൊ മക്കൾക്ക് മനസ്സിലാവും രണ്ട് വഴിക്ക. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ വഴിക്ക് പോകാം. മാതാപിതാക്കള് ഒന്നാവണം, ഒരേപോലെയാവണം, ഒന്നിച്ചു നിൽക്കണം. ബാപ്പ കുടുംബത്തിന് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങള് ഉമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടികൾക്ക്.
ഉമ്മ കുടുംബത്തിന് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങള് ബാപ്പയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ഉമ്മ പറയും ബാപ്പാനെ കുറിച്ച് മോശം, എന്തിനാണ് ആ മനുഷ്യനെ പറ്റുക, ഒരു അന്തോ അല്ല ഒരു കുന്തോ അല്ല, വെറുതെ അങ്ങനെ നടക്കുക. ബാപ്പാനെ കുറിച്ച് ബാപ്പമ്മാനെ കുറിച്ച് എന്തിനാ ഓളെ പറ്റുക, ഒരു തള്ളയാവാൻ പറ്റുമോ, ഒരു മക്കളെ നോക്കാൻ പറ്റുമോ, ബാപ്പം കിട്ടും. അതിന്റെ ഇടയ്ക്ക് മക്കൾ ഇങ്ങനെ ആലോചിക്കുക, പിന്നെ എന്തിനാ ഞങ്ങള് അല്ലേ. ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ ശണ്ട കൂടുകയോ പരസ്പരം ആക്ഷേപിക്കുകയോ തെറി വിളിക്കുകയോ ചെയ്യരുത്. മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ സ്നേഹത്തിന്റെ ആൾരൂപങ്ങളാവണം. അവരിൽ നിന്നാണ് കുടുംബജീവിതത്തിന്റെ മനോഹാരിത ഇവർ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, അത് കണ്ട് ജീവിതം കുളിർപ്പിക്കേണ്ടതും അല്ലേ. അപ്പോ മാതാപിതാക്കൾ കുട്ടികൾക്ക് നന്മയുടെ മാതൃകകളാവണം. എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മൾ അവരെ കൂടെ കൂടെ. പീസ് പള്ളിയിലേക്ക് സുബൈ നിസ്കരിക്കാൻ വരുന്ന എത്ര ആൾക്കാരുടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വെറുതെ ചോദിക്കാൻ ഉണ്ടാവാം. ആ സുബൈ നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ കൂട്ടി വാ. മക്കളുണ്ടോ വിളിക്കും, പേരക്കുട്ടികളെ വിളിക്കും. നിങ്ങളുടെ ഭാര്യ, വീട്ടിലെ സ്ത്രീകള് പള്ളിയിലേക്ക് ഏറ്റവും ഒരു 10-20 മിനിറ്റ് നടക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ അവരെയും കൂട്ടി വരും. എന്നിട്ട് പള്ളിയിൽ സുബൈ നിസ്കരിക്കും ജമാഅത്തായിട്ട്. ആ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒരു പഠന ക്ലാസ് ഒരാള് പള്ളിയിൽ നടത്തട്ടെ. സത്യം ചെയ്തു ഞാൻ പറയാം, ഒരു മാസം ഈ ക്രമം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ വലിയ ചില മാറ്റത്തിന് കാരണമാവും. അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. നമ്മളിങ്ങനെ മൊബൈലിന്റെ വെളിച്ചത്തിൽ നിസ്കരിക്കാൻ പോരുമ്പോ എന്താ കുട്ടികളെയും വീട്ടുകാരെയും വിളിച്ചു പോരാനുള്ള പണി, എന്തായാലും മടി. ആ മടിയുടെ കാരണം നമ്മുടെ വീട് ആദർശബന്ധിതമാക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്തതല്ലേ. അപ്പോ എല്ലാ നന്മയിലും കല്യാണത്തിന് പോകുമ്പോ നമ്മളെല്ലാരും കൂട്ടിപ്പോകും, ഉത്സവത്തിന് പോകുമ്പോ എല്ലാരും കൂട്ടിപ്പോകും. അതിനപ്പുറത്തേക്ക് നിസ്കരിക്കാൻ വരുമ്പോ, ഒരു മതപ്രബോധനം കേൾക്കാൻ വരുമ്പോ, ഒരു വയല് കേൾക്കാൻ വരുമ്പോ, ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാൻ വരുമ്പോ, ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോ, ഒരു രോഗിയെ കാണാൻ പോകുമ്പോ നമ്മളെ നന്മകളിലേക്ക് അവരെ കൊണ്ടുപോകണം, ചേർത്ത് പിടിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് നന്മ, എങ്ങനെയാണ് നന്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന്. അത് നമ്മുടെ ഒരു കുടുംബത്തോടുള്ള ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അള്ളാഹു നമുക്കൊരു കുടുംബത്തെ തന്നപ്പോ നമ്മളെ ഏൽപ്പിച്ച ആ വലിയ ബാധ്യത എന്താ? നിങ്ങള് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കണം. നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിലെ ആർക്കും നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല, അതിന് അനുവദിക്കാൻ പാടില്ല. അത് നമ്മുടെ ബാധ്യതയാണ് അല്ലേ. ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം. നമ്മുടെ വീടുകളെ സ്വർഗത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാൻ നമ്മൾ അശ്രാന്ത പരിശ്രമം നടത്തണം. അതിനുവേണ്ടി എത്ര നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നാലും അത് നമ്മുടെ ബാധ്യതയായി മനസ്സിലാക്കണം. അടുത്തത് നമ്മുടെ മക്കൾ വളരുന്ന സാഹചര്യമാണ്. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ, അവരുടെ ഗുരുനാഥന്മാർ, അവരുടെ കൂട്ടുകാർ, അവർ പ്രവർത്തിക്കുന്ന മതരാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ, ഇതൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം. അതിലൊന്നുപോലും നമ്മൾ നിസ്സാരമായി കാണരുത്. ഇപ്പോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിന് പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എവിടെ പഠിക്കുന്നു എന്നത്. ഒരേ കോഴ്സ് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് തന്നെ, അത് സർട്ടിഫിക്കറ്റ് ഒരേപോലെയാണെങ്കിലും പഠിക്കുന്ന സ്ഥാപനം, പഠിപ്പിക്കുന്ന അധ്യാപകർ, ആ സ്ഥാപനത്തിന്റെ ചുറ്റുപാടും സാഹചര്യങ്ങളും, ഇത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എവിടെ, കുട്ടികൾ പറയും ഞാൻ അവിടെ പോയി പഠിക്കട്ടെ, എവിടെ പോയി പഠിക്കട്ടെ. ഞാനൊരിക്കൽ ബസ്സിലുള്ള യാത്രയില് എന്റെ കൂടെ ഒരു സ്മാർട്ടായ കുട്ടിയെ കിട്ടി. ഓൻ ആരാന്ന് എനിക്കും അറിയില്ല, ഞാൻ ആരാന്ന് ഓനും അറിയില്ല. എങ്കിലും ഞങ്ങളിങ്ങനെ സൗഹാർദ്ദപരമായി സംസാരിച്ചപ്പോ എന്തിനാണ് പഠിക്കുന്നത്, അപ്പൊ +2 കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി അടുത്ത പരിപാടി എന്താ? അപ്പൊ അവൻ പറഞ്ഞു ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ ഡിഗ്രി? അപ്പൊ അവന് BBA മറ്റോ പഠിക്കണം എന്നാ പറഞ്ഞു. UK പോണേ.
ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, വിദേശ രാജ്യങ്ങളിലെ പല ഡിഗ്രികൾക്കും നമ്മുടെ നാട്ടിൽ അംഗീകാരമില്ല. നമ്മുടെ നാട്ടിൽ ഒരു PSC എഴുതാനോ ഒരു ഗവൺമെന്റ് ടെസ്റ്റ് എഴുതാനോ ഒന്നും ആ ബിരുദങ്ങൾ പലപ്പോഴും ഒരു യോഗ്യതയായിട്ട് അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, നീ ഇപ്പൊ ഈ പോകുന്ന ഈ കോഴ്സ് നമ്മുടെ നാട്ടില് മനോഹരമായി പഠിപ്പിക്കുന്ന ഒരുപാട് കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ടല്ലോ, ഇത് പഠിക്കാപ്പോ ഇത്ര പൈസ മുടക്കിയിട്ട് അവിടെ പോണോ? അപ്പൊ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞെന്താ അറിയോ, പഠിക്കാൻ മാത്രല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോവുകയാണ്. ഇവിടെ വൈകുന്നേരം പെരീക്കെത്തിയില്ലെങ്കിൽ ഉമ്മ, ബാപ്പ, നാട്ടുകാര് എല്ലാരും പ്രശ്ന. അവിടെ പോയാല് പെരീക്കെത്തിയോ, ആരുടെ കൂടെയാണ്, എവിടെയാണ്, കോളേജിൽ പോയോ, വേറെ എവിടെയും പോയോ, ചോദിക്കാൻ ആരുമില്ല, പരിചയക്കാരില്ല, ബന്ധങ്ങളില്ല. എന്തൊരു സ്വാതന്ത്ര്യമാണ്! ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോവുകയാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ പറയേ, ഞാൻ ഇന്ന കോളേജിലാട്ടോ ചേരുന്നത്, അത് അവിടുത്തെ അക്കാദമിക് മികവ് കൊണ്ടോ അവിടുന്ന് കിട്ടാൻ പോകുന്ന ബിരുദങ്ങളുടെ ഔന്നത്യം കൊണ്ടോ ആവൂല. അവന്റെ കൂട്ടുകെട്ട്, അവന്റെ സൗഹൃദം, അവന്റെ ജീവിതത്തെ പാഷനുകള്, താല്പര്യങ്ങള്, അവൻ ആഗ്രഹിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ വഴി, അതൊക്കെ കിട്ടിയിട്ടേക്കറിയൂല. അപ്പൊ നമ്മൾക്കതിൽ ഇടപെടാൻ പറ്റണം. നമ്മളത് പോയി പഠിക്കണം. ആ സ്ഥാപനത്തിൽ ചേരാൻ പറ്റുമോ? എന്താ അവിടുത്തെ അവസ്ഥ? ഞാനൊരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോ അവിടെ കുട്ടികളെ ചേർക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടുത്തെ ഹോസ്റ്റലുകളുമായി ബന്ധപ്പെട്ട ഒരു നിയമം എന്റെ ശ്രദ്ധയിൽപ്പെട്ട്, എന്താ അറിയോ, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്ക് പ്രവേശനമില്ല. നല്ല നിയമമാണ്. പക്ഷെ അങ്ങനെ ഒരു നിയമം എഴുതി വെക്കാൻ കാരണം എന്താ അറിയോ, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് പ്രവേശനം ഉണ്ട്. അതാണ്. അത്തരം ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞയച്ചാൽ ആ കുട്ടി എവിടെ? നമ്മുടെ കുട്ടി നല്ല കുട്ടിയെ, നമ്മുടെ കുട്ടി നല്ല കുട്ടിയാ, നല്ല മനസ്സോടെ പോയ കുട്ടിയാ. പക്ഷേ പണ്ട് എസ്.എ. ജമീൽ പാടിയില്ലേ, മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്. പെണ്ണു ആണൊക്കെ അവിടെ പെണ്ണ് കാണുന്നില്ല. പിഴപ്പിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ മുമ്പിൽ ധാർമ്മികതക്ക് ഒരു ഉരുക്കുകോട്ട പോലെ നിൽക്കാൻ മാത്രം നമ്മളെ എത്ര കുട്ടികൾക്ക് പറ്റും? ഒരു ബിസിനസ്സിൽ പാർട്ട്ണർമാരായ രണ്ടാൾക്കാർ കാലങ്ങളായിട്ട് അവർ ബിസിനസ്സിൽ പാർട്ട്ണർമാരാണ്. അതിൽ ഒരാൾക്ക് ഒരു ആൺകുട്ടി ഉണ്ട്, മറ്റേയാൾക്കൊരു പെൺകുട്ടി ഉണ്ട്. അപ്പൊ അവര് നേരത്തെ തീരുമാനിച്ചതാ, എന്റെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കാട്ടോ. കുട്ടികളൊക്കെ വലുതായി ഇത് പറഞ്ഞ് അങ്ങനെ രണ്ടാളും രണ്ട് സ്ഥലത്ത് പഠിച്ച് ഈ ആൺകുട്ടി ഇവര് കല്യാണമൊക്കെ തീരുമാനിച്ചപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, നിങ്ങള് ബാപ്പാനോടൊന്ന് പറയണട്ടോ, എനിക്കാ കല്യാണം വേണ്ട, എനിക്കാ കല്യാണം വേണ്ട. ഞാൻ പറഞ്ഞടാ, എന്റെ ബാപ്പാനെ വല്ലാതെ സങ്കടാകുമല്ലോ, കുറെ കാലമായിട്ട് തീരുമാനിച്ചല്ലേ, മാത്രമല്ല ഓല അത്ര വലിയ ബിസിനസ്സിലെ പാർട്ട്ണർമാരായിരിക്കെ. അപ്പോ പറഞ്ഞു വേണ്ടെങ്കിൽ. അപ്പൊ എന്താ കാരണം? അവ അങ്ങനെ മടിച്ചു പറഞ്ഞ്, ഈ കുട്ടി പഠിക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തിലെ ഒരു മഹാനഗരത്തിലാണ്. ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലും ഈ കുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിലൊക്കെ ഒന്ന് ചെത്തിക്കുന്നത്. അപ്പൊ ഈ കുട്ടി താമസിക്കുന്ന ഹോസ്റ്റല് മിക്സഡ് ഹോസ്റ്റലാണ്. ഈ കുട്ടി ഒരു നല്ല കുട്ടിയേക്കാരം, പക്ഷെ ആ ഹോസ്റ്റലിലെ സംസ്കാരം ആണും പെണ്ണും വ്യത്യാസമല്ല, ഒരേ റൂമില് അങ്ങനെ ആണ്. അപ്പോ പറഞ്ഞത്, അത്തരം ഒരു കൾച്ചറിൽ ജീവിച്ചൊരു കുട്ടിയെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തിനാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമാവുന്നതിനേക്കാൾ നല്ലത് അതിന്റെ മുമ്പ് തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രണ്ടു വഴിക്ക് പോകല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുമ്പോ പരസ്യവും കെട്ടും മട്ടും ഒക്കെ കണ്ടുകണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കരുത്. ഒന്ന് അന്വേഷിക്കുക, എവിടെയാണ് പഠിക്കുന്നത്, അവിടെ മതം വല്ലതുണ്ടോ, നിസ്കരിക്കാൻ വല്ല സൗകര്യമുണ്ടോ, അവിടെ ലഹരി, വേണ്ടാത്തരങ്ങള്, ആൺപെൺ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളില്ലാത്ത ലോകങ്ങളൊക്കെ ഉള്ള ഒരു ക്യാമ്പസ് ഒക്കെ ആണോ? ആണെങ്കിൽ അവിടെ പഠിച്ചാല് എന്ത് കിട്ടുമെങ്കിലും നമ്മള് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ആ വഴിയിലേക്ക് എറിഞ്ഞു കൊടുക്കരുതെന്നർത്ഥം. രണ്ട്, അവർ പഠിക്കുന്ന വിഷയങ്ങൾ എന്താണ്? പുതിയ കാലത്തിന്റെ പാഠപുസ്തകങ്ങൾ മുഴുവനും എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ ജോലി നേടാം എന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ധാർമ്മികത പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമല്ല. മാനിപ്പാനി ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഏത് പാഠപുസ്തകത്തിലല്ലേ? മേലേക്ക് പോകുന്നോറും ഇല്ലാതെ വരികയാണ്. അപ്പോ അവർ പഠിക്കുന്ന കോഴ്സ് എന്താണ്? അതെന്താണ് അവർ പഠിപ്പിക്കുന്നത്? ഇനി ചില കോഴ്സുകൾ കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ജോലികൾ എന്റെ മക്കളുടെ മതപരമായ ജീവിതത്തിന് എത്രമാത്രം സഹായകമാകും? ചില ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോഴ്സുകൾ,
അതൊക്കെ മിക്കവാറും പലിശയുമായി ബന്ധപ്പെട്ട് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകളേക്കാരം. അതിന് അവിടെയേ ജോലി കിട്ടും. ആ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മതപരമായ അവസ്ഥകൾ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലായിക്കൊള്ളു. മക്കളെ, ഇതിൽ ഇന്ന ജോലിയൊക്കെ കിട്ടുക, ആ ജോലിന്റെ അവസ്ഥ ഇന്നതുന്നത് കേൾക്കാരം. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്ത് പഠിക്കുന്നു, എവിടെ പഠിപ്പിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, അവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയായിട്ടാ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഓരോ മനുഷ്യനും അവനവന്റെ കൂട്ടുകാരുടെ മതത്തിലായിരിക്കുന്ന. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, ആരാണ് കൂട്ടുകാർ. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാണ്. നമ്മൾ എത്ര കാലം നന്നാക്കി കുട്ടികളെ വളർത്തിയിട്ടുണ്ടെങ്കിലും ഒരു വളഞ്ഞ കൂട്ടുകെട്ടില് 6 മാസം ചെന്ന് പെട്ടാൽ മതി, നമ്മൾ ഉണ്ടാക്കിയ എല്ലാ നന്മകളും പൊട്ടി പോലും കാണൂല. കൂട്ടുകെട്ടുകൾ പ്രധാനമാണ്. ഒക്കെ ഒരു ശ്രദ്ധ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ഉണ്ടാവണം, പ്രധാനമാണ്. നമ്മളെന്താ പറയാലോ, ചില ആൾക്കാർ ഒരു കാർഡിയാക് ഒരു ഡോക്ടറുടെ പ്രഭാഷണം ഞാൻ കേട്ടെ. ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് സാക്ഷിയായതാ മൂപ്പര്. അപ്പൊ മൂപ്പര് പറയാണ്, ചില ആളുകൾ മരിക്കാൻ ഇങ്ങനെ മരണത്തിന്റെ മുഖത്തെത്തി, മരണമെത്തി എന്ന് ഉറപ്പാകുമ്പോ ചില ആൾക്കാർ പറയത്രേ, എനിക്കൊരു പേടിയില്ല ഡോക്ടറെ മരിക്കാൻ, ഞാൻ എന്റെ ബാധ്യതകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്, പെൺകുട്ടികളൊക്കെ കെട്ടിച്ച് ആൺകുട്ടികളൊക്കെ ജോലിയിലാക്കി വീടൊക്കെ വെച്ചു കൊടുത്ത് എന്റെ കാര്യങ്ങളൊക്കെ തീർത്തുകണ്, ഇനി എനിക്ക് മരിക്കാൻ പേടിയില്ല എന്ന് ചില ആൾക്കാർ പറയുന്നത്. സത്യത്തില് അതാണോ നമ്മുടെ കുട്ടികളോടുള്ള ബാധ്യത? പ്രവാചകന്മാർ പോലും മരണസമയത്ത് മക്കളെ വിളിച്ച് ചോദിച്ചതേ, മക്കളെ, എന്റെ മരണശേഷം നിങ്ങളെ എന്തിനെയാണ് ആരാധിക്കുക, ആരെയാണ് ആരാധിക്കുക, നിങ്ങളുടെ ആദർശം എന്തേക്കാരെന്ന് ചോദിച്ചു. ഒരു പേടിച്ചത് അതാ, എന്റെ മരണശേഷം എന്റെ മക്കൾ കൈവിട്ടു പോവുകയോ വഴിമാറി പോവുകയോ ഓരോ വിശ്വാസം ആദർശമൊക്കെ എന്താവുന്ന പേടിച്ചു. നമ്മളും അതിനെ പേടിക്കണ്ടേ? നമ്മളെ കുട്ടികൾ തൗഹീദ് തന്നെയാണോ? അവർക്ക് സുന്നത്തുകൾ ഉണ്ടോ? അവർ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ആദർശബോധമുണ്ടോ? ഇത് നോക്കാതെ നമ്മളെ കുട്ടിനെ പഠിപ്പിച്ച് തലയിൽ തട്ടല്ല, ഓനെ നിസ്കാരമല്ല, പാന്റ് നെരിയാണിന്റെ താഴെയാണ്, ആഘോഷമാണ്, വലിയ ജോലിയാണ്, വലിയ ശമ്പളമാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്, വിദേശത്താണ്, 1 മാസം അമേരിക്കയിലാണെങ്കിൽ പിന്നെ UK യിലാണെന്നൊക്കെ അഭിമാനത്തോട് പറയുമ്പോ എന്റെ കുട്ടി 5 നേരം നിസ്കാരമുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? എന്റെ കുട്ടി ഇസ്ലാമികമായ വസ്ത്രധാരണത്തിലാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? എന്റെ കുട്ടി രാത്രി പോലും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട് എന്ന് പറയുന്ന അഭിമാനം നമുക്ക് ഉണ്ടാവണ്ടേ? അല്ലേ? അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തെ നന്നാക്കാൻ നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ ആ രംഗത്തിന് പിൻവാങ്ങി, ഞാൻ കുറെ പറഞ്ഞു, ഞാൻ നിർത്തി, ഇനി ഓല് എന്തേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കൾക്ക് പിന്നെ ആരുമില്ല, ഈ ലോകത്ത് ആരുമില്ല. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക, നന്മകളിൽ കൂടെ നിർത്തുക, അവർക്കുണ്ടാകുന്ന വഴികേടുകളെ ശക്തിയുക്തം തിരുത്താൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക, സ്വർഗത്തിന്റെ വഴിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് നടക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സന്തുഷ്ടമായ സ്വാലിഹായ കുടുംബത്തിന്റെ അംഗങ്ങളാവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും, അധാർമികതകളിൽ നിന്നും, അനാശാസ്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. സമൂഹത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ നല്ല ആദർശത്തിന്റെ കുടുംബങ്ങളാവാൻ അള്ളാഹു നമുക്കൊക്കെ കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.